കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ കല്യാണം സംബന്ധിച്ചുള്ള അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയിരിക്കുകയാണ് ഹൈക്കോടതി. പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാനാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ അറസ്റ്റ് നടന്ന കേരള ഹൈക്കോടതി മെയ് 20 വരെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടിയിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെയായിരുന്നു ഫർഹാന്റെ ഹർജി ഉണ്ടായിരുന്നത്. വിഷ്ണുണ്ട്. അടുത്ത വെക്കേഷൻ കഴിയുന്നതുവരെ ഫർമാന്റെ അറസ്റ്റ് നീട്ടിയതായാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓർഡറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ദ ഇന്ററിം ഓർഡർ ഷാൽ ബി എക്സ്റ്റെൻഡഡ് കണ്ടിന്യൂ ടു 25/2026 എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മധ്യപ്രദേശിൽ ഫർമാനെതിരെ രജിസ്റ്റർ ചെയ്തുള്ള കേസിൽ ഇനിയിപ്പോൾ അറസ്റ്റ് പാടില്ല. 20-ാം തീയതി കോടതി തുറന്ന് ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശമാണിപ്പോൾ കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ച് നൽകിയിട്ടുള്ള നിർദ്ദേശം. അത് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫർമാനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായ നടപടിയാണ്. കാരണം മധ്യപ്രദേശ് പോലീസ് കേരളത്തിലേക്ക് എത്തി ഫർമാനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെയായിരുന്നു ഫർമാൻ ഈ ആന്റിസിപ്പേറ്ററി ബെയിലിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ നിലവിൽ കോടതി പറയുന്നത് ഇവരെ കൂടി കേട്ട ശേഷം, ഇവരുടെ ഭാഗം കൂടി കേട്ട ശേഷം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ മതിയെന്ന നിർദ്ദേശമാണ് കേരള ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യം തന്നെ വന്ന ഒരു ആശങ്ക, ഈ സംഭവം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മധ്യപ്രദേശിലാണ്. സ്വാഭാവികമായും അവിടുത്തെ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്യേണ്ടത്. പക്ഷേ കേരള ഹൈക്കോടതിയിൽ അത്തരത്തിലൊരു ഹർജി ഫർമാൻ ഫയൽ ചെയ്യാൻ കാരണം തന്നെ വിവാഹം നടന്നത് കേരളത്തിൽ വെച്ചാണ്. സ്വാഭാവികമായി അതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിലേക്ക് വന്നത്. അതിന്റെ മെയിൻറ്റൈനബിലിറ്റിയായി ബന്ധപ്പെട്ട് വിശദമായ വാദം നടന്നെങ്കിൽ അത് മെയിൻറ്റൈനബിൾ ആണ് എന്ന തീരുമാനത്തിലേക്കാണ് കോടതി പ്രാഥമികമായി പോയിട്ടുള്ളത്. അതിൽ ആ ഘട്ടത്തിൽ തന്നെ കോടതി അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് 20-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.